Tell that girl I'm gonna slaughter it. ചാനൽസ് വന്നത് ഇന്നത്തെ നമ്മുടെ മാച്ച് കുറേ നാളത്തെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് മാച്ച് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് PvP ആണ്. അപ്പം ഇവന് വോയിസ് കൊടുക്കാൻ ഇച്ചിരി നാണമായതുകൊണ്ട് നമ്മൾ ഇവന് സെപ്പറേറ്റ് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ വോയിസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്കിന്നൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട്, അന്ന് കണ്ട സ്കിന്നല്ല, പേരൊക്കെ അത് തന്നെ. അപ്പം നമ്മളിന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് മാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? സോ നമ്മളവനോട് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ മെസ്സേജ് അയക്കും. ആൻഡ് സോ നമ്മളിവിടെ ഫസ്റ്റ് കളിക്കാനായിട്ട് പോകുന്നത് ക്രിസ്റ്റൽ PvP ആണ്, പ്ലസ് ആക്സ്. ആൻഡ് ഇതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇത് കഴിയുമ്പോൾ നമ്മൾ ക്രിസ്റ്റൽ റിമൂവ് ചെയ്ത് ക്രിസ്റ്റലും ടോട്ടം റിമൂവ് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ 4 റൗണ്ട്സ് ആണുള്ളത്. സോ എന്തായാലും നിങ്ങൾ ക്രിസ്റ്റൽ കളഞ്ഞിട്ടുള്ളതും നമ്മൾ ചെയ്യുന്നുണ്ട്, 2 PvPയും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ക്രിസ്റ്റൽ കളഞ്ഞിട്ടുള്ള PvP അങ്ങനെ ആരും ചെയ്യാറില്ല, ബട്ട് ഞാൻ ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്രിസ്റ്റൽ PvP പ്ലസ് ആക്സ് ആണ്. എന്തായാലും എൻജോയ് ചെയ്ത വീഡിയോ. സ്റ്റാർട്ടായി. എൻ്റർപോൾ വിളി എനിക്കറിയാം, അവൻ എൻ്റർപോൾ ഇട്ട് കളിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ ഹൈപ്പേറിയൻ ഇവിടെ വാശിയേറിയ മത്സരം. ഹൈപ്പറിന്റെ പറ്റി അവനെടുത്ത് വെച്ച് കേട്ടോ. ഹൈപ്പേറിയൻ ഫുഡൊക്കെ അടിക്കുന്നല്ലോ. നമുക്ക് തന്നെ വയ്ക്കണം കേട്ടോ. നമ്മൾ ഹൈപ്പേറിനെ ഒരു തവണ പൊടിച്ചിരിക്കുകയാണ്. സോ യെസ്, നമ്മൾ ഫസ്റ്റ് മാച്ചിൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ എൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്താലൊന്ന്. മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് 5 റൗണ്ട്സ് ആണ്, വേണം നമുക്ക് 3 റൗണ്ട്സ് ആക്കാം. സോ ഗൈസ്, റൗണ്ട്സിൻ്റെ കാര്യത്തിൽ സോ നമ്മൾ എത്ര തവണ കളിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് മാറ്റി. അത് നമ്മൾ വെച്ചിരുന്ന 5 റൗണ്ട്സ് ആയിരുന്നു, അത് മാറ്റി നമ്മൾ 4 റൗണ്ട്സ് ആക്കി. സോ അത്രേ ഉള്ളൂ. ബൈ ബൈ. സ്റ്റാർട്ട് ഗൈസ്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ. ഓക്കെ, നമ്മൾ ഹൈപ്പറിനെ അടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഹൈപ്പറിന് എന്നെ വെട്ടുകയാണ് കുട്ടികളെ. ഹൈപ്പറിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന റീപ്ലേ മോഡിലായിരിക്കും. ഓക്കെ, ഹൈപ്പറിൻ്റെ ടോട്ടം പൊട്ടി. ഓക്കെ, പൊട്ട് യെസ്, ടോട്ടം പൊട്ടിയിരിക്കുകയാണ്. ഹൈപ്പറിന് ചെറുതായിട്ട് പിങ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. പൊട്ടിച്ചെടുത്ത ഇന്റർപോൾ അറിയാൻ
ഗൈസ് നമ്മൾ ഇവിടെ എനിക്ക് തന്നെ ഡാമേജ് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ. അവന് ഒരുപാടൊന്നും കിട്ടുന്നില്ല. ഇവൻ എറിഞ്ഞ് കളിക്കുന്നതിന് എനിക്കത് മനസ്സിലാവും. ഇതാ റൈറ്റിന് അവിടെ ഇട്ടിട്ട് ഗൈസ് ഇവൻ ഓടിക്കളിക്കുകയാണ് ഗൈസ്. ഇത് ഫൗളാണ് ഗൈസ്. ഇവരെന്തായാലും ഓടിക്കളിക്കുന്നത്. ഇവർ ഈ ഹെൻഡ്രബോൾ ഇട്ടിട്ട് എനിക്കാണ് ഹെൻഡ്രബോൾ ഇടുന്നമാതിരി ഇഷ്ടമാണ്. എങ്ങനെ പറയാതോ നിൽക്കുന്ന മിനിറ്റിൽ ഇവൻ ഇൻവിസിബിൾ ആവുമെന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കുന്ന എങ്ങനെയാ? അപ്പം എനിക്ക് ഈ എൻട്രപ്പോൾ എറിയുമ്പോൾ ഒരു വാക്ക് ഇവർ ഞാൻ നോർത്തിലോട്ട് ഇറങ്ങാൻ സൗത്തിലോട്ട് പോകും, സൗത്തിലോട്ട് ഇറങ്ങാൻ നോർത്തിലോട്ട് പോകും. ഇവൻ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവൻ അടിച്ച് എനിക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ. സോ ഗൈസ് ഇവൻ നമ്മൾ അടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ റീപ്ലേ മോഡൊക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. റീപ്ലേ മോഡ് വർക്ക് ചെയ്യും. യെസ് ഗൈസ് നമ്മൾ ഇവനെ ബീറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ സെക്കൻഡ് മാച്ചിലും. സോ യെസ് എനിക്ക് 2 അവന് 0 ആണ്. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇത് ലാസ്റ്റ് മാച്ചാണ്. അപ്പം ഇതിൽ നമ്മൾ നോ ടോട്ടംസ് നോ ക്രിസ്റ്റൽസ്, അപ്പം അങ്ങനത്തെ ഒരാണ്. സോ അവൻ പറഞ്ഞത് ആർക്കും ജയിക്കാൻ പറ്റത്തില്ല ടോട്ടംസ് ഇതുണ്ടെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് ചെയ്യാമെന്ന്. അപ്പം ഇതാണ് നമ്മൾ ടോട്ടോ ഇല്ല ക്രിസ്റ്റലും ഇല്ല. ഇത് 2 മാച്ചിലുള്ള PvP ആണ്. ജസ്റ്റ് ആക്സ് ഉണ്ട് ആൻഡ് ബേബി. നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. യെസ് 3/0. സോ ഗൈസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ചേട്ടാ ബൈ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മൈൻവാസിൻ്റെ ക്ലച്ചസ് ആണ്. ലൈക്ക് നമ്മൾ ക്ലച്ചസ്, ബെഡ് വാർസ് ആൻഡ് PvP ആണ്. അതിൻ്റെ ഫസ്റ്റ് PvP ആയിരുന്നു ആൻഡ് രണ്ടാമത് ക്ലച്ചസ് ആൻഡ് ലാസ്റ്റ് ബെഡ് വാർസ്. അപ്പം ക്ലച്ചസ് ഇതെപ്പം അടിക്കല്ലേടാ എപ്പം അപ്ലോഡ് ചെയ്യും എന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഹൈപ്പേറിയൻ ഇവിടെ ഉണ്ട്. ആൻഡ് നമ്മൾ ഇത്രയും ക്ലച്ചസാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് ഈ മാപ്പിൻ്റെ ലിങ്ക് എല്ലാം വേണ്ടവർ കമൻറ്റ് ചോദിച്ചാൽ മതി, അയച്ചു തരാം. പിന്നെ നിങ്ങൾ ബെഡ് വാർസും നിങ്ങൾക്ക് PvPക്ക് അത്ര നല്ല വ്യൂസ് ഒന്നും കിട്ടില്ല. സോ നിങ്ങളെല്ലാം കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റീപ്ലൈ മോഡും കൂടെ ഒന്ന് ഓണാക്കി വെക്കാം. ഓക്കെ, നമുക്ക് ആനിമൽ ക്ലച്ച് ചെയ്യുന്നതിന് തുടങ്ങി വെക്കാം. ചാടാൻ പോവാണ്. അപ്പം ഇപ്പം ഈ ഒരു ആനിമൽ ക്ലച്ചിൻ്റെ അകത്ത് 5 കളി നമ്മൾ ആദ്യം കളിക്കണം. അപ്പോൾ കളിച്ച് കഴിയുമ്പം നമുക്ക് 1 പോയിന്റ് കിട്ടും. അതിൽ കുറേ ഉണ്ടല്ലോ, ബാട്ടർ ക്ലച്ച്, ലാഡർ ക്ലച്ച്. അപ്പോൾ അതിലൊക്കെ ജയിക്കുന്നവർക്ക് അപ്പോൾ 5 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ജയിക്കും. അപ്പോൾ അത് ആരാന്ന് നമുക്ക് നോക്കാം.
ഇരിക്കുകയാണ്. അപ്പം എന്തായാലും നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ബ്ലോക്ക് ക്ലച്ച്. അടുത്ത നമ്മൾ എത്തിക്കുന്നത് ബ്ലോക്ക് ക്ലച്ചിലാണ് ഗെയ്സ്. ഓക്കെ, നമുക്ക് ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ ഇതെന്താണ് ഞാൻ ഇവിടെ എത്തുന്നത് എപ്പോഴും? എനിക്ക് ഇവിടെ പോകണ്ട, ഞാൻ ഇതിവിടെ സേവ് ചെയ്താണല്ലോ, പിന്നെ എങ്ങനെയാണ്? സ്വീറ്റ്ബെറീസ്. അയ്യോ, സ്വീറ്റ്ബെറി കിട്ടിയില്ല. എനിക്ക് എല്ലാ കളിയിലും ഇപ്പം എനിക്ക് പിങ് ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അട്ടർനോസ് ഇടുന്നോണ്ടായിരിക്കാനാണ് സാധ്യത. സോ അടുത്തത് ലാഡർ ക്ലച്ച് ആണ്. ആൻഡ് ഓക്കെ, അഗെയിൻ മേളിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇതിലോട്ടാണ് കേട്ടോ ക്ലച്ച് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ എനിക്ക് കഴിഞ്ഞ കളിയിലും ഇതേപോലെ എനിക്ക് ക്ലച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് ലാഡർ ക്ലച്ച് അറിയാം, ചില സമയം കണ്ടോ ചെയ്തു ദാറ്റ് ലൈക്ക് ഗുഡ് ആയിട്ട് കൂടെ ലാഡേഴ്സ് എടുത്തതിന് ശേഷം ഒന്നും കൂടെ ചെയ്ത് നോക്കണം. അത് വീണുപോയി. നല്ല ഗെയിമാണ്, ബട്ട് ഇച്ചിരി പാടാണെന്നേ ഉള്ളൂ. ലാഡർ ക്ലച്ച് ഓക്കെ. അതെന്താണ്? ഓ സോ നമ്മളിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്ന ബോട്ട് ക്ലച്ച് ആണ്. സോ ബോട്ട് ക്ലച്ച് ആൻഡ് ഞാൻ 2 തവണ ഇൻട്രോ എടുത്തു, 2 തവണ ഒരു പ്രശ്നം പറ്റി. ഞാൻ അത് പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം ഈ വീഡിയോ അവസാനം. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. എന്താ നിങ്ങൾക്ക് നല്ലോണം മൈക്ക് കേൾക്കാനൊക്കെ പറ്റുന്നില്ലേ? ഐ എം എക്സൈറ്റഡ് ആണ്. ഓക്കെ, 1 ഓക്കെ ഗൈസ്, നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതെന്താ എനിക്ക് മാത്രം പിങ് അടിക്കും? നേരത്തെ ഞാൻ ഇൻട്രോ എടുത്തിട്ട് ഞങ്ങൾ കളിച്ചായിരുന്നു ഒരു കാണാൻ, ബട്ട് അപ്പോഴും എനിക്ക് ഈ പ്രശ്നം. പിന്നെ അവൻ അവിടെ കുടുങ്ങി പോകുന്നതിലൂടെ ഈ പ്രശ്നം ആ പ്രശ്നം ഇത്തവണ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്? 10 റൗണ്ട്സ് ആണ് നമുക്കുള്ളത്. ഇതിന് 10 റൗണ്ട്സിന് ഞാൻ ഫെയിലാവും, എനിക്ക് ഉറപ്പാണ്. ഞാൻ അത്രയും പോയൊന്നും കേട്ടോ ഈ ഒരു സംഭവത്തിൽ. ഞാൻ അത്രയും പോയല്ല. നമ്മൾ ഹൈപ്പേറിയൻ ജയിച്ചു. സോ 1 point goes to ഹൈപ്പേറിയൻ. നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടഡ്.
ഓ ഹൈപ്പേറിയൻ എക്സ്പേർട്ട് കേട്ടോ, ഹൈപ്പേറിയൻ എന്റെ ഒന്നും അറിയത്തില്ല എന്താവാന്ന് നോക്കാം. ബോട്ട് ക്ലച്ച് ലാമെന്യൂ. ഓക്കെ, സെക്കൻഡ് ബോൺസ് ഗോസ് ടു ഹൈപ്പേറിയൻ. എനിക്കതിൽ മിക്കവാറും 0 ആയിരിക്കും കേട്ടോ. ഓക്കെ, എനിക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് 1 2 3. ഓ നോ ഗൈസ്, എന്റെ ബോട്ട് അവിടെ ബ്രേക്ക് ആയിപ്പോയി. എന്താണ് ഇവനിങ്ങനെ പിന്നടിച്ചു കിടക്കുന്നത്? നോക്കാം ഗൈസ്, നമുക്ക് നോക്കാം. ഞാൻ പോയി കേട്ടോ, ഞാൻ ഇതിൽ ഫെയിലായി. കഴിഞ്ഞ ക്ലച്ചസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ക്ലച്ചസ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ വീഡിയോക്ക് നിങ്ങൾ കണ്ട പോലെ തന്നെ അതിൽ രണ്ടിലും ഹൈപ്പേറിയൻ പോയി, പക്ഷെ ഇതിൽ ഹൈപ്പേറിയൻ പിടിച്ചു വെച്ചു. ഇത് ബോട്ട് ക്ലച്ചിൽ ഞാൻ നല്ല ബോട്ട് ക്ലച്ചിൽ ന്യൂബാണ്, ബോട്ട് റേസിൽ ഞാൻ നല്ല പിന്നെയും ജയിച്ചു. നല്ല ന്യൂബാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിതുവരെ എൻ്റെ ഒരു നാക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ബോട്ട് ക്ലച്ച് എനിക്ക് പിന്നെയും അറിയാം. നമ്മുടെ ഹൈപ്പറിന് അവിടെ ആയതേ ഉള്ളൂ. നമുക്കിപ്പോ പറപ്പിച്ച് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന എന്റെ മനസ്സ് പറയുന്നു. നമ്മൾ ഇത്തവണ ഈ റൗണ്ട് ജയിക്കും. ഈ റൗണ്ട് ഞാൻ ജയിച്ചു. യെസ്, ഞാൻ ജയിച്ചു ഗൈസ് ഈ റൗണ്ട്. യെസ് ഗൈസ്, ഞാൻ ജയിച്ചിരിക്കുകയാണ് ഈ റൗണ്ട്. എനിക്കറിയാം, എന്നാലും ചെറിയ അത്ര വലിയ. ഓക്കെ, എനിക്കൊന്ന് ഫൈനൽ റൗണ്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു റീപ്ലൈ മോഡാണ്. സോ ആ റീപ്ലൈ മോഡ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ വെക്കാം. എനിക്ക് അറിയത്തില്ല എത്രമാത്രം നല്ലതാണ്. സോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളത് കണ്ടിട്ടോ? ഞാൻ അടിക്കും തോന്നുന്നു കേസ്. എന്തായാലും ഹൈപ്പറിനെ ജയിക്കുള്ളൂ. കാര്യം നമുക്ക് 5 റൗണ്ട്സ് ആണല്ലോ ഉള്ളത്. അത് ഹൈപ്പറിന് 3 ഉണ്ട്. എന്നാലും എനിക്ക് ഈ റൗണ്ടെങ്കിലും ജയിക്കണം കേസ്. ഒന്നുമില്ലാതെ 1 വാങ്ങിച്ച് ജയിക്കാൻ എനിക്ക് താല്പര്യമില്ല പോലും. എനിക്ക് സാധാരണ ഒരു 2 എങ്കിലും എനിക്ക് വേണം. ആ 2 ഞാനിപ്പോൾ മിക്കവാറും ഈ മാച്ച് ഒപ്പിക്കും. ഹൈപ്പറിൻ കയറി വന്നില്ലെങ്കിൽ ഞാൻ ഒപ്പിക്കും. ഓക്കെ, അങ്ങനെ ഈ റൗണ്ട് ഞാൻ ജയിച്ചിരിക്കുകയാണ്. സന്തോഷമുണ്ട്. യെസ്, നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പാർക്കോറാണ്. നമ്മുടെ മൈനോർസിന്റെ പാർക്കോർ ആൻഡ് എന്നോട് നിൽക്കൊണ്ട് അടിക്കരുത്, ഞാൻ അടിക്കരുത് പറഞ്ഞാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നമ്മുടെ ഹൈപ്പറിന് ഒരു പോയിന്റ് ഇട്ടിരിക്കുകയാണ് ഗൈസ്. സോ എനിക്കിതിൽ 2 പോയിന്റ് ഇട്ടിരിക്കുകയാണ്. ഹൈപ്പറിന് ഒരു പോയിന്റ് ആണ്, നമ്മളവിടെ വെച്ച് കിട്ടിയ ഒരു പോയിന്റ്. ആൻഡ് എനിക്ക് 2 പോയിന്റ്സ് ഇട്ടിരിക്കുകയാണ്. നോക്കാം വന്നു കഴിഞ്ഞിട്ട് എന്താവും. ഇനി അങ്ങോട്ട് കിടപ്പുണ്ട്, കുറേ കിടപ്പുണ്ട്. ഹൈപ്പറിൽ വീണോണ്ടേ ഇരിക്കുകയാണ് ഗേസ്. നിങ്ങൾ പോകുന്ന വഴിക്ക് റീസ്പോൺ മാക്സിമം സെറ്റ് ചെയ്ത് തന്നെയാണ് പോകാൻ ശ്രമിക്കുന്നത്. ഞാൻ പോട്ടെ. പിന്നെയും വീണു. ഇനി ഞാൻ വെയിറ്റ് ചെയ്യില്ല. ഇനി ഞാൻ വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ നോക്കി ഇതുകൊണ്ട് ചാറ്റ് വരുന്നുണ്ടോന്ന്. ഇവിടെ ഞാൻ റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ കോപ്പറിന്റെ സെക്ഷനിലോട്ട് കയറി നിങ്ങൾ കോപ്പർ കോളത്തിന്റെ അപ്ഡേറ്റ് ഒക്കെ ട്രൈ ചെയ്തത്. ഞാൻ ട്രൈ ചെയ്യണം. കോപ്പർ ഗോളം, കോപ്പറിൻ്റെ ഹാർമർ, അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ അപ്ഡേറ്റ്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു ചാനലിൽ കമൻറ്റ് ചെയ്യും. നമ്മുടെ ഹൈപ്പറിന് എവിടെയാണ്? ഞാൻ കുറച്ച് ഷോർട്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈപ്പറിൻ്റെ കുറച്ച് പിക്സ് ഒക്കെ അവൻ പറഞ്ഞിട്ടല്ല. ഓക്കെ 1 2 3. ഓക്കെ അവൻ തൊട്ട് ബാക്കിലുണ്ട്. അപ്പൊ ഇത് റീപ്ലേ മോഡ് ഇല്ല കേട്ടോ. എടുക്കാൻ മറന്നു എന്നാണ് തോന്നുന്നത്. ഇത്രയും നേരത്തെ റീപ്ലേ മോഡ് എന്തായാലും ഇല്ല. ഇനിയുള്ള റീപ്ലേ മോഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഓ നോ. ഓക്കെ ആഗസ്റ്റ് ഞാൻ വീണു. ഞാൻ പോയത് തോന്നുന്നുണ്ട്. ഈ കളി ഹൈപ്പറിന് എടുക്കും, എനിക്ക് ഉറപ്പാണ്. ഈ കളി 11 തന്നെ എടുക്കും. ഒന്നോ ഹൈപ്പറിന് എടുത്തില്ല കേസ്. ഓക്കെ അങ്ങനെ എനിക്ക് പിന്നെയും പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ടോട്ടൽ 10 റൗണ്ട്സ് നമ്മൾ നോക്കുന്നുള്ളൂ. കാര്യം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ബ്ലോക്കും വെച്ച് കുറേ ടൈപ്പ് ഉണ്ട്, അങ്ങ് വണ്ടൊക്കെ വരും. അപ്പം നമ്മൾ അത്രയൊന്നും ചെയ്യുന്നില്ല. പിന്നെയും ചെയ്യണം. അപ്പം ഇവിടെ എല്ലാം ചെയ്യുന്നില്ല, കുറച്ച് ചെയ്യുന്നുള്ളൂ, 10 എണ്ണം. അപ്പം
ആൻഡ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഞാൻ ഹൈപ്പേറിയനോടും കൂടെ ചോദിച്ചിട്ട് ഹൈപ്പേറിയനെ നിങ്ങളെ കൊടുക്കാൻ പറ്റുമായിരിക്കും. ഞാൻ ഇവിടെയും കൊടുത്തേക്കാം, ഞാൻ സ്ക്രീനിൽ വേണമെങ്കിൽ ചിലപ്പോൾ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരുടെ കൂടെ ചോദിച്ചിട്ട് അവൻ്റെ ഇൻസ്റ്റയും കൊടുക്കാം. ആൻഡ് നിങ്ങൾ യൂട്യൂബിലൊക്കെ തരുന്ന സപ്പോർട്ട് ഇച്ചിരി കുറവാണ്. ആൻഡ് വീഡിയോ കാണുന്ന പകുതി ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും മിക്കവാറും. 3. ഓ നോ ഗൈസ്, ഹൈപ്പറിൻ്റെ തൊട്ട് ബാക്കിലുണ്ട്. ഞാൻ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഹൈപ്പറും കയറും. ആ സ്കീമിലാണ് ഗൈസ്. സോ ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഹൈപ്പറിനും ഞാനും ഒരുമിച്ചാണ് ചാടിയത്. ഞാൻ അതിൻ്റെ റീപ്ലൈ മോഡ് വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇപ്പോൾ വെക്കാം എന്ന് പറയുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ എൻ്റെ കിട്ടിക്കാണത്തില്ല. മിക്കവാറും റീപ്ലൈ മോഡ് കറക്റ്റായി പോകാനാണ് ചാൻസ്. അപ്പം എന്താ സംഭവം സത്യം പറഞ്ഞാൽ പറ്റിയെന്ന് വെച്ചാൽ ഇവനും ഞാനും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് അവനെ ആ പോയിൻ്റ് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഈക്വലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനും ഓക്കെ പറഞ്ഞു. അപ്പം അതാണ് നമുക്ക് 2 പേർക്കും ഒരേപോലെ പോയിൻ്റ് കൂടിയത്. അപ്പം നമുക്കത് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ബാക്കി കാണാം. ഹൈപ്പർ ഞാൻ നേരത്തെ ചാടിയല്ലോ ആദ്യമേ നേരത്തെ. അപ്പം ഹൈപ്പറും പറയാം ഹൈപ്പറിന് പോയിന്റ് വേണമെന്നൊക്കെ കൊടുത്തില്ല. സാറില്ല, എന്നാലും നമ്മൾ എന്താ പറയുക കൊടുത്തില്ല, ഈക്വലായിട്ട് എടുത്തു. കാര്യം 2 പേരും ഒരുമിച്ചാണ് ചാടിയത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ റീപ്ലേ ബോർഡ് റെക്കോർഡ് ചെയ്തിട്ട്. കാര്യം ഞാൻ അവിടെ മുതൽ റീപ്ലേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിന് തൊട്ട് മുമ്പ് പിന്നെ നമ്മുടെ ഈ ഫുട്ടേജ് ഉണ്ടല്ലോ. 4/6. Okay, 1, 2. ഞാൻ 3 പറഞ്ഞില്ല ബ്രോ. 3. ശരിയാ, പിന്നെ എടുത്തു എന്താണ് കംപ്ലീറ്റ് കൺഫ്യൂഷൻ മയമാണല്ലോ. കൺഫ്യൂസിങ് ആണ്. ഹൈപ്പേറും വീണ് ലാസ്റ്റ് വരെ എത്തി. പക്ഷെ ഇനി ഹൈപ്പേറിൻ്റെ എത്തി. Yes, 7/4. Come on. I'm flying. ഇത് ഹൈപ്പേറിയൻ തൂക്കും, എനിക്ക് ഉറപ്പാണ്. എന്താണ് അവൻ അവിടെ എത്തി കേട്ടോ. സമയം കൊണ്ട് പറയുന്നുണ്ട് അടുത്ത് നിനക്ക് പോയിന്റ് തരാം. ഞാൻ പിന്നെയും വേണം. ഞാൻ എത്തുന്നതേ ഉള്ളൂ. 157 എത്തി. ഞാനവിടെ
എത്തിക്കഴിഞ്ഞിട്ടാ കാണാം. ഇനിയിപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടാ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തത് മടുത്ത്. IPRനാണ് റെസ്റ്റ് എങ്കിലും ഉണ്ടായിരുന്നു സാധാ. എനിക്കാണെങ്കിൽ നോ റെസ്റ്റ്. ഓ വീണോ? വീണില്ലേ? റീസ്പോൺ സെറ്റ് ചെയ്തിട്ടാണ് വീണ. മിക്കവാറും എൻ്റെ സെയിം പോയിന്റ് ആവും IPRന് ഇപ്പം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അയ്യോ അവിടെ കൂടെ വെച്ച് വീഴണേ. വീണില്ല. അവന് പോയിന്റ് കിട്ടി. നോ വേ. അവന് 6 ആയെന്ന് തോന്നുന്നു. ഓ നോ, 6-7 ക്ലോസ്. പോയി. ഓക്കെ, എൻട്ര അടിച്ച് അപ്പം പോകാൻ കഴിയും. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇതെന്താണ്? എനിക്കെന്തോ പോലെ കണ്ടിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഫസ്റ്റ് റീസ്പോൺ. യെസ്, ഫസ്റ്റ് റീസ്പോൺ വരെ ഓക്കെയാണ്. ഫസ്റ്റ് റീസ്പോണിൽ വീണാലും കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് റീസ്പോണിൽ വീണിട്ടുണ്ട്. ദേവി മിണ്ടായിരുന്നു കളിച്ച നമുക്ക് വിജയം. നമ്മൾ മോശമാണ്. ഇനി അടിക്കുന്നതാണ്. ഇവന്റെ ബാക്കിലാണ് എനിക്ക് എത്താനും പറ്റത്തില്ല ചില സമയം. ഇവനെ എനിക്ക് അതൊന്നാണ് എനിക്ക് അടിക്കാൻ പറ്റാത്തത് ഇതുവരെ. ഹിറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. അവന് 7 ആയി കാണും മിക്കവാറും. ഞാൻ ഭാവിയില്ല 7-8. ഞാൻ എന്തായാലും എൻ്റെ മറ്റേ നമ്മൾ സ്കോറൊക്കെ എഴുതി കാണിക്കുന്ന ട്രാൻസാക്ഷൻ മാറ്റണമെന്നുണ്ട്. പക്ഷെ അത് നല്ല രസമുണ്ടല്ലോ. മാറ്റം തോന്നുന്നില്ല. 2-3 ഞാൻ പതുക്കെ ഇടത്തുള്ളൂ. ഇതൊക്കെ Okay, something like